ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക്. അങ്ങനെ ഏറ്റവും സങ്കീർണമായ ഞെട്ടിക്കുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് നമ്മൾ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അധികം വയലൻ്റായും വൈകാരികമായും ശ്രീ ലാലേട്ടൻ പ്രതികരിച്ച് കണ്ടിട്ടില്ല. അത്രയും അധികം വയലൻ്റായി വൈകാരികമായി, പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട്, ലക്ഷ്മി എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് ഈ രീതിയിൽ സംസാരിക്കുമെന്ന് പോലും അതിശയം തോന്നത്തക്ക രീതിയിലുള്ള ഒരു സംഭാഷണമാണ് ലാലേട്ടൻ നടത്തിയത്. ലക്ഷ്മി അത് അർഹിക്കുന്നുണ്ട് ഒരു പരിധിവരെ. കാരണം അത്രയും അധികം വലിയ തെറ്റുകൾ ലക്ഷ്മി പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ആദില, നൂറ എന്ന് പറയുന്ന ഈ കുട്ടികൾക്ക് ജോലിയും കൂലിയും ഇല്ല എന്ന തരത്തിലൊക്കെ പറഞ്ഞത് വളരെ മോശം തന്നെയാണ്. അവർ അന്തസ്സായിട്ട് ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അതിനോടൊപ്പം ലക്ഷ്മി പറഞ്ഞത് ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്, അതും വലിയ വിലങ്ങുതടി തന്നെയായി. അത്തരമൊരു സ്റ്റേറ്റ്മെൻറ്റും പറയേണ്ടിയിരുന്നില്ല. നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും, അത് ഏത് തരക്കാരനാണെങ്കിലും, ഏത് ജാതി, വർണ്ണ, വർഗ, ഏത് ടൈപ്പ് ആളുകളാണെങ്കിലും, ഏത് മനുഷ്യനോടും മൃഗങ്ങളോട് പോലും നമ്മൾ സ്നേഹം കാണിക്കുന്നവരാണ്. അത്തരത്തിൽ ഒരു അകൽച്ച കാണിക്കാൻ പാടില്ല, വേറിട്ട് നിർത്താൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തി തന്നെയാണ് ഞാൻ. എന്നാൽ നൂറയും ആദിലയും ചെയ്ത ഈ ഒരു പ്രവൃത്തി കൊണ്ട് അവരുടെ കുടുംബം അവരെ അകറ്റി നിർത്തുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവരുടെ കാഴ്ചപ്പാടിൽ ഇത് തെറ്റ് തന്നെയാണ്. വലിയൊരു വിഭാഗം ആളുകൾ അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിൽ ഒരു വ്യക്തിയാണ് ലക്ഷ്മി. കാര്യങ്ങൾ ഇത്രയൊക്കെ പറയുമ്പോഴും ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ് വളരെ സ്ട്രോങ് ലേഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത്രയും അധികം, അതായത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും അധികം ഒരു കണ്ടസ്റ്റൻറ്റിനെ ലാലേട്ടൻ ശകാരിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ്. ഇത്രയും അധികം ശകാരം ഏറ്റുവാങ്ങിയിട്ടും ഒരു കുലുക്കവുമില്ലാതെ നെഞ്ചു വിരിച്ച് കേട്ടോണ്ടിരുന്ന ലക്ഷ്മി എനിക്ക് വലിയ താല്പര്യമുള്ള കണ്ടസ്റ്റൻ്റ് ഒന്നുമല്ല. പക്ഷേ ഈ രീതിയിൽ നെഞ്ചു വിരിച്ച് കേട്ടോണ്ടിരുന്ന, ഒരു തുള്ളി കണ്ണീര് പൊഴിക്കാതെ നെഞ്ചു വിരിച്ച് ഇത് കേട്ടോണ്ടിരുന്ന ലക്ഷ്മിയെ തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. ലക്ഷ്മി ഇപ്പോഴും സോറി ഒന്നും പറഞ്ഞിട്ടില്ല. ലക്ഷ്മിയുടെ ഒരു സ്റ്റാൻഡ് അതാണ്, സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആ ഒരു സ്റ്റാൻഡ് പറയേണ്ടിയിരുന്നത്, അതായത് താൻ ഈ ഒരു കൺസെപ്റ്റിനെ അംഗീകരിക്കുന്നില്ല. ഇവിടെ ബിഗ് ബോസിൽ വരുന്ന ഒരു വ്യക്തി ബിഗ് ബോസിൻ്റെയോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ക്രൂ മെമ്പേഴ്സിൻ്റെയോ കൺസെപ്റ്റിനെ അംഗീകരിക്കണമെന്ന് വാശി പിടിക്കാൻ ആർക്കും കഴിയില്ല. ഇവിടെ ഷോ ഹോസ്റ്റ് ചെയ്യുന്ന ലാലേട്ടന് ബിഗ് ബോസിൻ്റെ കൺസെപ്റ്റ് തന്നെ പുറത്തേക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ലാലേട്ടൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ കൂടുതലായി അവിടെ പറയാൻ സാധിക്കത്തില്ല. എന്നാൽ അവിടെ വരുന്ന ഓരോ മത്സരാർത്ഥിക്കും, ലക്ഷ്മി എങ്കിൽ ലക്ഷ്മി, അക്ബർ എങ്കിൽ അക്ബർ, അത്തരത്തിൽ വരുന്ന ഒരു വ്യക്തിക്ക് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാനും അത് തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം. അത് അവരുടെ നിലപാടാണ്. അത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി അല്ലാതാവും. അതുകൊണ്ട് തന്നെ ലക്ഷ്മി പറഞ്ഞ നിലപാടിൽ ലക്ഷ്മി ഉറച്ചു നിൽക്കുന്നതിൽ തീർച്ചയായും ലക്ഷ്മിയെ അഭിനന്ദിക്കുന്നു. എന്നാൽ ലക്ഷ്മി പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ, ആദിലയും നൂറയും ജോലിയില്ലാതെ ജീവിക്കുന്നു, വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ തീർച്ചയായും തെറ്റ് തന്നെയാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ രണ്ട് കുട്ടികളുടെ കൺസെപ്റ്റ് അംഗീകരിക്കുന്നില്ലെങ്കിലും ഈ കുട്ടികളെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന നല്ല രണ്ട് കുട്ടികൾ തന്നെയാണ്, ബുദ്ധിശാലികൾ തന്നെയാണ്, മിടുക്കരാണ്. എന്നാൽ ഇവരുടെ ഈ ഒരു കൺസെപ്റ്റ് എനിക്ക് പേഴ്സണലി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞ കാര്യം ലോകമെമ്പാടും അംഗീകരിച്ചു. എന്നാൽ ഈ അടുത്ത് നമുക്കറിയാം അമേരിക്കയിൽ ട്രംപ് അത് നിർത്തലാക്കി. അത്തരം ആൾക്കാരെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് അവരെ കൊന്നു കളയണമെന്നോ, ആദില നൂറ പറയുന്ന പോലെ കൊന്നു കളയണമെന്നോ, അവരെ ഇല്ലാതാക്കണമെന്നോ, ഭ്രഷ്ട് കൽപ്പിക്കണമെന്നോ, മാറ്റി നിർത്തണമെന്നോ, തൊട്ടുകൂടായ്മ വേണ്ടോ എന്നല്ല പറയുന്നേ. അത്തരം ഒരു കൺസെപ്റ്റ് പേഴ്സണലി എനിക്ക് താല്പര്യമില്ല. ഒരു ഈശ്വരവിശ്വാസിയായ ഒരു വ്യക്തി, നമുക്കറിയാം ബിഗ് ബോസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, മത്സരിക്കുന്ന ആളുകൾ, ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിൽ ഈശ്വരവിശ്വാസം വെച്ച് പുലർത്തുന്ന ആൾക്കാരാണ്. തീർച്ചയായും നമുക്കറിയാം എല്ലാ സംഹിതകളിലും ഇത്തരം കഥാപാത്രങ്ങൾ ഉണ്ട് എന്നിരിക്കെ ശിഖണ്ഡി അടക്കമുള്ള കഥാപാത്രങ്ങൾ പല മതസംഹിതകളിലും വരുന്നുണ്ട്. എന്നാൽ ഒന്നിലും ഇത്തരം പരിപാടികൾ നല്ലതാണെന്നോ ഈ രീതിയിൽ കല്യാണം കഴിച്ച് മുന്നോട്ട് പോകണമെന്നോ ഒരു മതസംഹിതയിലും പറയുന്നില്ല. നേരെ മറിച്ച് അത് വലിയ തെറ്റാണെന്നും പാതകമാണെന്നും ലോക അവസാനത്തിൻ്റെ അടയാളങ്ങളാണെന്നും പല മതഗ്രന്ഥങ്ങളിലും പ്രതിപാദിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു കൺസെപ്റ്റ് ലോകത്തെല്ലാവരും അംഗീകരിച്ച് ഇത് തന്നെയാണ് ശരി, ഈ പറഞ്ഞ LGBTQ എല്ലാവരും അംഗീകരിച്ച് അതൊരു വലിയ പാവനമായ കാര്യമാണ്, വലിയൊരു സൽപ്രവൃത്തിയാണ്, അത്തരത്തിൽ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരണം എന്ന രീതിയിൽ ബിഗ് ബോസിൻ്റെ ഷോയിൽ കൊടുക്കുന്ന ഈ മെസ്സേജ് അത്രത്തോളം വലിയ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അറ്റ് ദ സെയിം ടൈം ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവരെ മാറ്റി നിർത്താനോ അവരെ തങ്ങളുടെ വീട്ടുകളിൽ വരുന്നതിൽ നിന്ന് അവരെ വിലക്കാനോ ഒന്നും ചെയ്യുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. എന്നാൽ ഇത്തരം ആളുകളെ ഒരേ രീതിയിൽ പ്രോത്സാഹനം നടത്തി ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരണം. വലിയ മഹത്തരമായ കാര്യങ്ങളാണ് സമൂഹത്തിന് വേണ്ടി LGBTQ ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്താഗതി കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ, അതായത് വലിയൊരു വിഭാഗം ആളുകൾ LGBTQ തന്നെ നല്ല ആളുകൾ ഉള്ളപ്പോൾ തന്നെ വലിയൊരു വിഭാഗം ആളുകൾ സമൂഹത്തിന് വലിയ തിന്മ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട് അമേരിക്കയിൽ ട്രംപ് ഈ ഒരു പ്രസ്ഥാനം തന്നെ ഇല്ലാതാക്കാൻ മുൻകൈ എടുത്തു? വലിയ കാരണങ്ങൾ തന്നെയുണ്ടതിന്. അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതിലെയും നൂറേടും എല്ലാ സ്നേഹത്തോടും
പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത്തരം ആളുകൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയല്ല, നിങ്ങളുടെ കൺസെപ്റ്റിനെ എതിരായിട്ടാണ് പല ആളുകളും സംസാരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു സംഭവം തിരിച്ചുവിടാൻ ട്വിസ്റ്റ് ചെയ്ത് പറയാൻ ശ്രമം നടത്തിയോ എന്ന് സംശയിക്കുന്നു. തീർച്ചയായും ലക്ഷ്മി കാണിച്ചത് വലിയ അബദ്ധവും തെറ്റ് തന്നെയാണെങ്കിൽ പോലും ഈ തരത്തിൽ വളരെ സ്ട്രോങ് ആയി ഇത് ഫേസ് ചെയ്യാൻ ലക്ഷ്മി കാണിച്ചതിനെ തീർച്ചയായും അഭിനന്ദിക്കുന്നു. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അല്ലാത്ത അഭിപ്രായം ഉള്ളവരുണ്ടാവും. എനിവേ, ഇതിനിടയിലും ആ ഒരു ദുഃഖകരമായ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെയൊക്കെ പ്രിയങ്കരിയായ മസ്താനി, അതായത് മസ്താനി എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നാളത്തെ എപ്പിസോഡിൽ മസ്താനിയും പ്രവീണും കൂടി പുറത്തായി ഒരുമിച്ച് കൊച്ചിയിലേക്ക് ഇൻഡിഗോ എയർലൈൻസിൽ എത്തുമെന്നും അറിയാൻ കഴിയുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.